ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 2026 മാർച്ച് 15-ാം തീയതിയാണ്. ഇന്നേക്ക് 15 ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഫെബ്രുവരി 28-ാം തീയതിയാണ് ഇസ്രായേൽ US സഖ്യവും ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ യുദ്ധം ഗൾഫ് മേഖലയിലേക്കും അങ്ങോട്ട് വ്യാപിച്ചു. ഈ യുദ്ധം പ്രത്യക്ഷമായും പരോക്ഷമായും ലോകത്താകമാനമുള്ള ഒരുപാട് പേരെയാണ് ബാധിച്ചത്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും മോശമല്ലാത്ത ഒരു കറക്ഷൻ ഈ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. BSE സെൻസെക്സിലും നിഫ്റ്റി 50യിലും ഏതാണ്ട് 8% കറക്ഷനാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. യുദ്ധം മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇനിയും ആ കറക്ഷന്റെ വ്യാപ്തി കൂടാനാണ് സാധ്യത എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻസ് അത്തരം മ്യൂച്വൽ ഫണ്ടുകളിലും പ്രതിഫലിക്കും. ഇപ്പൊ നമുക്കറിയാം, ഇത്തരം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഓൾറെഡി ഇൻവെസ്റ്റ്മെന്റിന്റെ ഏർലി സ്റ്റേജിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതായത് 5 വർഷം പോലും ആയിട്ടില്ല ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചിട്ട്, അത്തരക്കാര് ചിലപ്പോൾ നിലവിൽ ലോസിലായിരിക്കും അവരുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരുന്നത്. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ലോസ് പിന്നെയും നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇനി മറ്റു ചില ആൾക്കാരുടേത് ചെറിയ പ്രോഫിറ്റിലൊക്കെ പൊക്കോണ്ടിരുന്നതാണ്, അത് ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചിട്ട് കുറച്ചധികം ആയ ആളുകൾ, അവർ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അവർക്കുണ്ടായിരുന്നു, ആ പ്രോഫിറ്റിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് പാനിക് ആകാൻ വേണ്ടിയുള്ള ഒരു അവസരമല്ല. നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. യുദ്ധം എന്താണേലും എങ്ങനെയാണേലും ദോഷം മാത്രം വരുത്തുന്ന ഒരു സംഗതിയാണ്. അത് എത്രയും പെട്ടെന്ന് തീരട്ടെ എന്നും ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാകരുതും എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. എന്നാൽ ഈ മാർക്കറ്റിലുണ്ടായിരിക്കുന്ന ഈ ഒരു വീഴ്ച ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. SIP ചെയ്യുന്ന ആളുകൾ SIP ഒരിക്കലും നിർത്തുന്നതിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യരുത്. സാധിക്കുമെങ്കിൽ കൂടുതൽ തുക ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. ലംസോ ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർ പണം കയ്യിലുണ്ട് എങ്കിൽ കൂടുതൽ തുക അവരുടെ ഫണ്ടിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് വളരെ വലുതായിരിക്കും. ആ കാര്യത്തിലും ഒരു തർക്കമില്ല. ഈ കറക്ഷന് ശേഷം മാർക്കറ്റ് കയറി വരും എന്ന് മാത്രമല്ല, വളരെ നല്ല റിട്ടേൺ നമുക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. അപ്പോൾ എപ്പോഴാണ് ഈ കറക്ഷൻ അവസാനിക്കുക, എപ്പോഴാണ് മാർക്കറ്റ് സാധാരണ അവസ്ഥയിലേക്ക് എത്തുക എന്ന് ആർക്കും കൃത്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല. ഊഹാപോഹങ്ങൾ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇനി പറയുന്ന വസ്തുതകൾ നമ്മൾ കൃത്യമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിന് നല്ല ഒരു ഉത്തരം നമുക്ക് കിട്ടുന്നതാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനെ നല്ല രീതിയിൽ അതിജീവിച്ചിട്ടുമുണ്ട്. 1990 മുതൽ ഈ 2026 വരെയുള്ള 36 വർഷങ്ങൾക്ക് ഇടയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ യുദ്ധം കാരണം ഉണ്ടായ കറക്ഷൻസ് എത്രത്തോളമായിരുന്നുവെന്നും അതിനുശേഷം മാർക്കറ്റ് കയറി വന്നത് എത്ര ശക്തമായിട്ടായിരുന്നുവെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1990 ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഇറാഖ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ആ ഒരു സമയത്ത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ 14% ഇടിവാണ് ഉണ്ടായത്. ഈ ഒരു കറക്ഷൻ ഏതാണ്ട് 36 ആഴ്ചകൾ നീണ്ടു നിന്നു. 36 ആഴ്ചകൾക്ക് ശേഷം മാർക്കറ്റ് കയറി തുടങ്ങി. ഈ കയറ്റം ആരംഭിച്ചപ്പോൾ ആദ്യത്തെ 1 മാസം കൊണ്ട് 26% മാർക്കറ്റ് നേട്ടം ഉണ്ടാക്കിയത്. 3 മാസം ആയപ്പോഴത്തേനും 39%, 6 മാസങ്ങൾ കൊണ്ട് 65% നേട്ടം ഉണ്ടാക്കി മാർക്കറ്റ്. അതിനുശേഷം 1999 മെയ് 3-ാം തീയതി ആരംഭിച്ച കാർഗിൽ യുദ്ധം, അന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 11% ഇടിവാണ് ഉണ്ടായത്. ഈ ഒരു തകർച്ച 6 ആഴ്ച നീണ്ടു നിന്നു. അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ 1 മാസം കൊണ്ട് 17% നേട്ടം ഉണ്ടാക്കി മാർക്കറ്റ്. 3 മാസം ആയപ്പോഴത്തേനും 33%, 6 മാസം കൊണ്ട് 40% നേട്ടമാണ് മാർക്കറ്റ് ഉണ്ടാക്കിയത്. അതിനുശേഷം 2001 സെപ്റ്റംബർ 11-ാം തീയതി അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. അന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ കറക്ഷൻ
18%. 20 ആഴ്ചയാണ് ഈ ഒരു കറക്ഷൻ നീണ്ടു നിന്നത്. അതിനുശേഷം മാർക്കറ്റ് കയറി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു മാസം കൊണ്ട് 18% വളർച്ചയുണ്ടായി. 3 മാസമായപ്പോഴത്തേനും 35%, 6 മാസം കൊണ്ട് 45% വളർച്ച മാർക്കറ്റ് ഉണ്ടാക്കി. അതിനുശേഷം 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ആ ഒരു സമയത്ത് മാർക്കറ്റിലുണ്ടായ കറക്ഷൻ 3%. ഒരാഴ്ച മാത്രമാണ് ഈ ഒരു കറക്ഷൻ നീണ്ടുനിന്നത്. അതിനുശേഷം ഒരു മാസം കൊണ്ട് 20%, 3 മാസമായപ്പോഴത്തേനും 24%, 6 മാസമായപ്പോഴത്തേനും 36% നേട്ടം മാർക്കറ്റ് ഉണ്ടാക്കി. 2019 ഫെബ്രുവരി 14 പുൽവാമ ഭീകരാക്രമണം. ആ ഒരു സമയത്ത് 2% ഇടിവാണ് നമ്മുടെ മാർക്കറ്റിലുണ്ടായത്. ഒരാഴ്ചയായിരുന്നു ഈ ഒരു കറക്ഷൻ നീണ്ടുനിന്നത്. അതിനുശേഷം ഒരു മാസം കൊണ്ട് 9% വളർച്ചയാണ് മാർക്കറ്റ് ഉണ്ടാക്കിയത്. 3 മാസമായപ്പോഴത്തേനും 12%, 6 മാസമായപ്പോഴത്തേനും 14% നേട്ടം മാർക്കറ്റ് ആ ഒരു സമയത്ത് ഉണ്ടാക്കി. അതിനുശേഷം 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യ യുക്രൈൻ യുദ്ധം 11% ഉണ്ടായ കറക്ഷൻ. 23 ആഴ്ച ഈ ഒരു കറക്ഷൻ നീണ്ടു നിന്നു. അതിനുശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്തു തുടങ്ങി. ആദ്യത്തെ ഒരു മാസം കൊണ്ട് 7% നേട്ടം മാർക്കറ്റ് ഉണ്ടാക്കി. 3 മാസമായപ്പോഴത്തേനും 19%, 6 മാസം കൊണ്ട് 25% നേട്ടം മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിലുണ്ടാകുന്ന കറക്ഷൻ സ്വാഭാവികമാണ്. അതിനുശേഷം മാർക്കറ്റ് ഇറങ്ങിയതിൻ്റെ 10 മടങ്ങ് വേഗത്തിൽ മുകളിലോട്ട് കയറിയ ഒരു ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഇറക്കത്തിൽ പാനിക്കാവാതെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന്. നമ്മളിപ്പോൾ പറഞ്ഞ 1990 മുതൽ ഈ 2026 വരെ യുദ്ധം കൊണ്ട് ഉണ്ടായ കറക്ഷനുകൾ, അതൊരു ആവറേജ് 9% കറക്ഷനാണ് മാർക്കറ്റിലുണ്ടായത്. ഈ ഒരു കറക്ഷൻ നീണ്ടുന്നത് ഒരു ആവറേജ് 11 ആഴ്ചകളാണ്. ഇനി കറക്ഷന് ശേഷം ലഭിച്ച നേട്ടത്തിൻ്റെ ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 16%, 3 മാസം കൊണ്ട് 27%, 6 മാസം കൊണ്ട് 37% നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വസ്തുതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.